അക്വാപോണിക്സിൻ്റെ രണ്ടാമത്തെ പരിപാടിയാണ്. ഒന്ന് നിലം ലെവലാക്കലായിരുന്നു. മഴ പെയ്ത് എല്ലാം താഴ്ന്നു അതിനെല്ലാം പൊക്കി ഞങ്ങളിനിയിപ്പം വെള്ളമൊക്കെ വെച്ചിട്ട് നെറ്റിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അക്വാപോണിക്സ് സിസ്റ്റം മഴക്കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുന്ന് വെച്ച മെറ്റൽ അതിലെ ചളിയും വേരുകളും പച്ചക്കറിൻ്റെ വേരുകളും ഇലകളൊക്കെ ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഈ ഡബ്ബയിലേക്ക് ഇടുകയാണ്. ഈ ഡബ്ബയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു കൊല്ലത്തിന് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിലുണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നമുക്ക് തരുന്നത് ഇതാ ഞങ്ങളടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിലുള്ള മീനുകളാണ്. അതിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു തരും അടുത്ത വീഡിയോയിൽ. കാരണം ഇതിപ്പോൾ പണി ഞങ്ങൾക്ക് നേരം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇനി അടുത്ത സെക്ഷന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പോകണം എന്താണെന്ന് കാണിച്ചു തരാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരാൾക്കും ഇത് ലേശം സ്ഥലം ഉണ്ടാകാൻ മതി. ബാക്കി ഒരൊറ്റ പ്രാവശ്യം ഒരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ചിലവാക്കിയാൽ പിന്നെ അത് കാലാകാലത്തിനാണ്. ഈ മെറ്റലൊന്നും തേഞ്ഞ് പോണതാണല്ലോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയും തേഞ്ഞ് പോകില്ല. ഇത് രണ്ടും തന്നെ ഉള്ളതിൽ പ്രധാനമായിട്ട്. ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു തരാതിരിക്കില്ല. എല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. 11 വാട്ടിൻ്റെ മോട്ടറേറ്റാണ് ഈ കളി വെള്ളത്തിൻ്റെ. അതറിയാമറ്റ് 11 വാട്ടിൻ്റെ മോട്ടറേറ്റാണ് കളി. അപ്പോൾ ആ കളി കളിക്കാൻ തയ്യാറുള്ളവരൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ലൈക്ക് ചെയ്ത് എന്നെ പിന്തുണക്കുക.